സൂപ്പർ കൺമണി സീരിയലിലെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജയമോഹനെ കാണാൻ സാഗറിനെ കാണാൻ ജയമോഹനും പുറപ്പെടുകയാണ്. എന്തായാലും മാനസയുടെ ഉള്ളിലിരിപ്പ് ജയമോഹനും സാഗറിനും അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ തീർച്ചയായും കാര്യങ്ങൾ എങ്ങുമെത്താതെ പിരികെയായിരിക്കും ഉണ്ടാവുക. സാഗർ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും പക ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ അയാൾക്ക് അതൊന്നും മനസ്സിലാകില്ലല്ലോ. കൂടാതെ ബലരാമനെ സാഗർ വിളിപ്പിച്ചിരിക്കുകയാണല്ലോ. ബലരാമനെ തീർച്ചയായിട്ടും വീട്ടിലേക്ക് കൊണ്ടുപോയി സുജാതയെ കാണിക്കാനും മറ്റുമായിരിക്കണം സാഗറിൻ്റെ തീരുമാനം. കൃഷ് അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ സുജാതയെ ബലരാമനെ കാണിക്കുന്നത് നല്ല സമയമാണ് ഇതെന്ന് സാഗറിന് തോന്നിക്കാണണം. ഒരു മകൻ നഷ്ടപ്പെട്ടു ഏതാണ്ട് എന്ന് കരുതിയിരിക്കുമ്പോൾ മകനെ തിരിച്ചു കിട്ടിയല്ലോ എന്ന് കരുതി സുജാതയും സന്തോഷിക്കട്ടെ എന്ന് സാഗറിന് തോന്നിക്കാണും. പക്ഷേ ആൻറ്റി അമ്മയ്ക്ക് അതൊന്നും ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. സാഗറിൻ്റെ മകനാണ് ബലരാമൻ എന്നറിയുമ്പോൾ മാനസികമായിട്ടുള്ള വിവാഹത്തിന് ജയമോഹൻ സമ്മതിക്കുമായിരിക്കണം. കൂടാതെ സാഗറും ജയമോഹനും തമ്മിലുള്ള സ്പർദ്ധയും അവസാനിക്കുമായിരിക്കും. കൂടാതെ കൃഷ്ണനേക്കാൾ ബലരാമൻ ബിസിനസ് കാര്യത്തിൽ കൂടുതൽ സ്മാർട്ടും പണക്കാരനും ഒക്കെയാണല്ലോ. കൃഷ്ണനെയും കൺമണിയെയും ഒരു പാഠം പഠിപ്പിക്കാനാണ് താൻ ബലരാമനുമായിട്ട് അടുക്കുന്നതെന്ന് ജയമോഹനോട് പറഞ്ഞാൽ അതും ജയമോഹന് കൂടുതൽ സന്തോഷമാകും. അപ്പോൾ എന്തായാലും ജയമോഹൻ മാനസ ബലരാമനെ കല്യാണം കഴിക്കുന്നതിൽ അനുകൂലിക്കും. മാനസ ബലരാമനോട് തന്നെ പറ്റി ബലരാമൻ അറിഞ്ഞു കഴിഞ്ഞാൽ കൃഷി ചതിച്ചു എന്നും പിന്നെ കൺമണിയെ പറ്റിയും നുണക്കഥകൾ പറഞ്ഞ് കൃഷ്ണനെയും കൺമണിയെയും ബലരാമനെയും തമ്മിൽ തെറ്റിപ്പിക്കാനും ചാൻസ് ഉണ്ട്. സാഗറിൻ്റെയും സുജാതയുടെയും മരുമകളായിട്ട് ആ വീട്ടിൽ തന്നെ മാനസ വന്ന് കയറുന്നത് ആൻറ്റി അമ്മയ്ക്കും സന്തോഷമായിരിക്കും. അങ്ങനെ ഒരു വാക്കും ആൻറ്റി അമ്മ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് കേട്ടോ എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കൃഷ് അറിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതിയെന്ന് അറിയില്ല. കൃഷ്ണനെ കൺമണി പറഞ്ഞു തന്നെ ശരിയാക്കുമായിരിക്കും. ദേവിജിയും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ദേവിജിയുടെ വീട്ടിൽ സന്തോഷത്തോടെ കൺമണിയും കൃഷ്ണൻ താമസിക്കുകയാണ്. ദേവിജിയും ഞാനും കൂടെ ജയമോഹനെ കാണാൻ നാളെ പോകുന്നുണ്ടെന്ന് സാഗർ പറയുമ്പോൾ ആൻറ്റിയമ്മ ദേവിജിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. കൃഷ്ണനും കൺമണിക്കും വളം വെച്ച് കൊടുക്കുന്നത് അയാളാണെന്നൊക്കെ രീതിയിലാണ് ആൻറ്റിയമ്മ സംസാരിക്കുന്നത്. കൃഷ്ണൻ കൺമണിയും ചെന്ന് ആ രാത്രി അവരുടെ ആദ്യ രാത്രിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മായിമാര്. പക്ഷെ ആദ്യ രാത്രിയാണെങ്കിലും കൃഷ്ണൻ്റെ വേലകളൊന്നും കൺമണിയുടെ അടുത്ത് ചിലവാകുന്നില്ല. അവൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അച്ഛനും അമ്മയും അനുവദിക്കാതെ നമ്മൾ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങില്ല എന്നൊക്കെ. എന്നാലും കൃഷ്ണ അതൊന്നും കൂട്ടാക്കാതെ കൺമണിയുടെ പുറകെ നടക്കുന്നുണ്ട്. ദേവിജി കാണാതെ പിന്നിൽ കൂടെ ചെന്ന് കൃഷ് കൺമണിയെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് ഉമ്മയൊക്കെ ചോദിച്ചു വാങ്ങിക്കുന്നുണ്ട്. അമ്മായിമാരോട് ശ്രീനി അവർ പൊന്നൻമേട്ടിൽ പോയിട്ടില്ല എന്നും അവർ ദേവിസാറിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ദേവിജി കൃഷ്ണനെ പുതപ്പും തലയിണയും ഒക്കെ കൊടുത്ത് പുറത്ത് കിടത്താനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവർ ഒന്നിച്ച് ജീവിക്കരുത് എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, കൺമണിക്കുള്ള അതേ ഉദ്ദേശശുദ്ധി കൊണ്ട് തന്നെയാണ് കേട്ടോ ദേവിജിയും അങ്ങനെ ചെയ്യുന്നത്. ഇതേ സമയം സുലോചന എന്തോ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് അങ്ങനെ ആദ്യ രാത്രി ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറയുകയാണ് ശാന്ത.